പ്ലസ് വൺ ഫിസിക്സ് പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഫിസിക്സുമായി ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 1, 2, 3 എന്നീ ചാപ്റ്ററുകൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. അല്ലേ, നമുക്കറിയാം നമ്മൾ ഇതുവരെ പഠിക്കാത്ത തരത്തിലുള്ള വെക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്, മോഷൻ ഇൻ എ പ്ലെയിൻ. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. നമുക്കത് എക്സാമിന് വരുന്ന രീതിയിൽ ഏതൊക്കെയാണ് എക്സാമിന് കൂടുതലായിട്ട് വരുന്നത്, ഏതൊക്കെ തരത്തിൽ നമ്മൾ അതിനെ പഠിച്ചു വെക്കണം, ഏതൊക്കെ ഡെറിവേഷൻസ് പഠിച്ചു വെക്കണം എന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരത്തെ കഴിഞ്ഞ 2 ക്ലാസ്സിലും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പറയുന്ന ഓരോ ടേമും പഠിച്ചു പോവാം. ദെൻ ഡെറിവേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി ചെയ്ത് അത് എഴുതി നോക്കി അത് നമുക്ക് എക്സാമിന് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ ചില ടേംസ് ആണ് നമുക്ക് ആദ്യം, ദാറ്റ് മീൻസ് വെക്ടർ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് അല്ലേ. വെക്ടർ എന്താ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു, ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. എന്നാൽ ഇവിടെ വെക്ടേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് അല്ലേ, വെക്ടേഴ്സിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എക്സാമിന് സാധാരണ വരാറുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം വെക്ടർ എന്താ നമ്മൾ പറഞ്ഞു. ദെൻ വെക്ടറുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഈക്വൽ വെക്ടേഴ്സ് അല്ലേ. 2 വെക്ടർ എപ്പോഴാണ് ഈക്വൽ ആവുക, അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആവുമ്പോഴാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, 2 vectors having equal magnitude and direction, then such 2 vectors are called equal vectors. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം ഈക്വൽ ആയ പോരാ, ഡയറക്ഷനും കൂടി ഈക്വൽ ആകുമ്പോഴേ 2 വെക്ടേഴ്സ് എന്താണെന്ന് പറയുള്ളൂ, ഈക്വൽ ആണെന്ന് പറയുള്ളൂ. ഓക്കെ, അതുപോലെ മറ്റൊരു കൺസെപ്റ്റ് ആണെന്ത്, നെഗറ്റീവ് വെക്ടർ അല്ലേ. ഇങ്ങനെ ഒരു വെക്ടർ മറ്റൊരു വെക്ടറിനെ നെഗറ്റീവ് വെക്ടർ ആണെന്ന് പറയാന്നുള്ളതാണ്. ഒരേ വെക്ടർ അല്ലെങ്കിൽ 2 വെക്ടറുകൾ അവയുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവുകയും ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആവുകയും ചെയ്യുമ്പോഴാണ് നമുക്കതിനെ നെഗറ്റീവ് വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ കൊടുക്കാം, എ വെക്ടർ whose magnitude is equal to another vector but opposite in direction, then it is called a negative vector. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡെഫിനിഷൻ ആക്കി കൊടുക്കണമെന്നില്ല, നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ വരച്ചാലും മതി അല്ലേ. 2 വെക്ടർ ഇങ്ങനെ ഒരേ മാഗ്നിറ്റ്യൂഡിൽ ഒരേ ഡയറക്ഷനിൽ കാണിച്ചാൽ എന്തായി, ഈക്വൽ വെക്ടേഴ്സ് ആയി. നെഗറ്റീവ് വെക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിക്ചർ വരച്ചാലും മതി, ഒരു വെക്ടർ അതേ മാഗ്നിറ്റ്യൂഡുള്ള മറ്റൊരു വെക്ടർ പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇങ്ങനെ കാണിച്ചാലും മതി, ഡെഫിനേഷൻ വേണമെന്നില്ല. ഓക്കെ, ദെൻ മറ്റൊരു കൺസെപ്റ്റ് ആണെന്ത്, നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ എന്ന് പറയും. എന്തായിരുന്നു അത്, 0 മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടേഴ്സ്. വെക്ടേഴ്സ് ഹാവിങ് 0 മാഗ്നിറ്റ്യൂഡ് ആർ കോൾഡ് നൾ വെക്ടേഴ്സ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ബോഡി റെസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്, പക്ഷെ വെലോസിറ്റി വെക്ടർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1-2 എക്സാമ്പിൾ കൂടി പഠിച്ചു വെക്കാം. വെലോസിറ്റി വെക്ടർ ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ്. നമുക്ക് വേണമെങ്കിൽ പറയാം ആക്സലറേഷൻ വെക്ടർ ഓഫ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ പറയാം. കാരണം യൂണിഫോം മോഷനുള്ള ഒരു ബോഡിയുടെ ആക്സലറേഷൻ എന്താണ്, 0 ആണ്, പക്ഷെ ആക്സലറേഷൻ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അത് കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ദെൻ മറ്റൊന്ന് കൺസെപ്റ്റ് ആണെന്ത്, യൂണിറ്റ് വെക്ടർ അല്ലേ. നമുക്കറിയാം നമ്മൾ ഒരുപാട് യൂസ് ചെയ്തു പോകാം. എന്താ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ, യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് യൂണിറ്റ് വെക്ടർ. വെക്ടേഴ്സ് ഹാവിങ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആർ കോൾഡ് യൂണിറ്റ് വെക്ടേഴ്സ്. ക്ലിയർ ആണല്ലോ. ദെൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണെന്ത്, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. നമുക്കറിയാം നമ്മളൊരു വെക്ടറിനെ റിസോൾവ് ചെയ്യുമ്പോൾ എക്സ് ആക്സിലും വൈ ആക്സിലും സെഡ് ആക്സിലും ഒക്കെ റിസോൾവ് ചെയ്ത് എഴുതാറുണ്ട്. അപ്പോൾ XYZ എന്നുള്ള ഡയറക്ഷനെ കാണിക്കുന്ന യൂണിറ്റ് വെക്ടേഴ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. അപ്പോൾ അതിന് ആൻസർ സിമ്പിൾ ആണ്. നമുക്ക് അല്ലെങ്കിൽ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ IJK എന്ന് എഴുതിയാലും മതിലേ. കാരണം നമുക്ക് നമ്മളതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ IJK എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, യൂണിറ്റ് വെക്ടേഴ്സ് along the direction of X, Y and Z components of a coordinate system are called orthogonal unit vectors. ക്ലിയർ ആണല്ലോ. ഇതാണ് സാധാരണ രീതിയിൽ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാറുള്ളത്. അതല്ലാതെ നമ്മൾ ഒരുപാട് വെക്ടർ കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, കോ പ്ലാനാർ വെക്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നു, വെക്ടേഴ്സ് ഇൻ എ പ്ലെയിൻ, സിമ്പിൾ ആയിട്ടല്ലേ. കോ ഇനീഷ്യൽ വെക്ടർ പഠിച്ചിട്ടുണ്ട്, വെക്ടർ സ്റ്റാർട്ടിങ് ഫ്രം സെയിം പോയിന്റ് അല്ലേ. കൊലീനിയർ വെക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു, വെക്ടേഴ്സ് ഡോൺ ഇൻ എ ലൈൻ. അതൊക്കെ നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ സാധാരണ ചോദിക്കാറുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ദെൻ വെക്ടറുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വെക്ടർ അഡീഷൻ ആണ് പിന്നെ പ്രധാനമായിട്ടും വരുന്നത് അല്ലേ. 2 വെക്ടർ എങ്ങനെ ആഡ് ചെയ്യാം, കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നേ ഇല്ല. 2 ലോ ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു,
ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ, അതുപോലെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. നമ്മൾ ഒരുപാട് തവണ പഠിച്ചൊരു സംഭവമായിരുന്നു. എന്തായാലും നമുക്കതിനെ ലോ അറിയാം. രണ്ട് വെക്ടേഴ്സ് ഒരേ ഓർഡറിൽ വന്നാൽ അത് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് പോലെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഓർഡറിലുള്ള തേർഡ് സൈഡാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്കറിയാം, റിസൾട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ലെങ്തിയാണ്. അതുകൊണ്ട് ഈ പിക്ചർ വരച്ചു വെക്കുക. എ എന്ന് പറയുന്ന വെക്ടർ അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് ബി സ്റ്റാർട്ട് ചെയ്യുക. ദെൻ എയുടെ ഫസ്റ്റിൽ നിന്ന് ബിയിലേക്ക് എന്ത് ചെയ്യുക, ലാസ്റ്റിലേക്ക് ഒരു വെക്ടർ വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് എയും ബിയും ആണെങ്കിൽ ഇത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, തേർഡ് സൈഡിനെ ഓപ്പോസിറ്റ് ഓർഡറിലായിരിക്കണം. എന്താ ഓപ്പോസിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എ അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് ബി തുടങ്ങണം, ബി അവസാനിക്കുന്ന സ്ഥലത്ത് നല്ല റിസൾട്ടൻ്റ് തുടങ്ങേണ്ടത് പിന്നെയോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിരിക്കരുത് എന്നർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രീതിയിൽ വരച്ചാൽ തന്നെ നമുക്ക് ഡെഫിനിഷന് പകരം അത് ആൻസർ ആയിട്ട് പരിഗണിക്കും. അതുപോലെ തന്നെയാണ് എന്ത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ ലോ നമ്മൾ പറയാറുണ്ട്, ഇഫ് ടു വെക്ടേഴ്സ് ആക്ടിങ് ആസ് ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ ദ സെയിം ഓർഡർ, ദെൻ ദ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ ആക്ട്സ് ആസ് ദ റിസൾട്ടന്റ്. ഓക്കെ, ഡെഫിനേഷൻ പഠിക്കാൻ പറ്റുന്നവർ അത് പഠിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഈ പിക്ചർ വരച്ചാൽ മതി. അപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. നമ്മൾ കൂടുതൽ സമയം ബാക്കി നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ദെൻ പാരലോഗ്രാം ലോ നമുക്കറിയാം, ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന രണ്ട് വെക്ടറുകളുടെ റിസൾട്ടന്റ് എങ്ങനെ കാണാം. അപ്പോൾ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന രണ്ട് വെക്ടറുകൾ വെച്ച് നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്യാം, ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഡയഗണൽ അതിന്റെ എന്തായിട്ട് ആക്ട് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിസൾട്ടന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഇത്തരത്തിൽ നമ്മളൊരു പിക്ചർ കാണിച്ചാൽ തന്നെ നമ്മളോട് പാരലോഗ്രാം ലോ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ആയിട്ട് അല്ലെങ്കിൽ ആൻസറിനുള്ള മാർക്ക് നമുക്ക് ലഭിക്കും. എ എന്നുള്ളതും ബി എന്നുള്ളതും രണ്ട് അഡ്ജസൻറ്റ് സൈഡ് ആയിട്ട് കാണിക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഡയഗണലിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, എ പ്ലസ് ബി ആയിട്ട് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനിലും പരിഗണിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുള്ളൂ. അപ്പം ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇഫ് ടു വെക്ടേഴ്സ് ക്യാൻ ബി represented as the two adjacent sides of a parallelogram, then the diagonal passing through that point acts as the resultant in magnitude and direction. അപ്പോൾ നമുക്ക് അതൊക്കെ ലെങ്തിയാണ്, അപ്പം പഠിക്കാൻ പറ്റുന്നവർ അത് പഠിക്കുക. ദെൻ അല്ലാത്തവർ നിർബന്ധമായിട്ട് നമ്മൾ ഈ രണ്ട് പിക്ചറും കാണാതെ പഠിച്ചേ പറ്റൂ. കാരണം നമുക്ക് ഇത് രണ്ടും മാറി മാറി ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കൂ, അതുപോലെ വെക്ടർ അഡീഷനുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണിത്. റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രയാങ്കിൾ ലോയും പാരലോഗ്രാം ലോയും പഠിച്ചു വെക്കുന്ന പോലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണിത്, ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് വെക്ടർ. ക്ലിയർ? പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് അതിനുവേണ്ടി നമ്മൾ രണ്ട് വെക്ടേഴ്സ് എടുത്തു. നേരത്തെ വരച്ച പാരലോഗ്രാം ലോയുടെ അതേ കൺസെപ്റ്റ്, എ ബി എന്ന് പറയുന്ന വെക്ടർ, ദെൻ ആ എ ബി ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഡയഗണലിൽ നമുക്ക് റിസൾട്ടന്റ് വെക്ടർ എ ബി എന്നെടുക്കാം, എ പ്ലസ് ബി എന്നെടുക്കാം. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു ആർ എന്ന് നമുക്ക് കൊടുക്കാം. ആർ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, റിസൾട്ടന്റ് വെക്ടർ ആണ്. അല്ലെങ്കിൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൂടി കൺസിഡർ ചെയ്യൂലേ. അപ്പോൾ ഈ എൻഡ് നമ്മളങ്ങ് നീട്ടി വരയ്ക്കുക, എന്നിട്ട് ഇവിടെ 90 ഡിഗ്രി ആവുന്ന രീതിയിൽ നമ്മൾ വരച്ചു. അതാണ് ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ച് നമ്മൾ അഡീഷണൽ ആയിട്ട് കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ. നോക്കൂ, ഈ സൈഡ് ബി ആണെങ്കിൽ പാരലോഗ്രാം ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും, ബി ആയിരിക്കും. ഇത് എ ആണെങ്കിൽ മുകളിലത്തെ സൈഡ് എന്തായിരിക്കും, എ ആയിരിക്കും നമുക്കറിയാം. അപ്പൊ ബി എ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു. നോക്കൂ, എയും ബിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, തീറ്റ. എയും ബിയും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അത് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ട്, തീറ്റ എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എയും ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റ ആവുമ്പോൾ അതേ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെയും. ദെൻ റിസോൾവ് ചെയ്യുമ്പോൾ അഡ്ജസന്റ് സൈഡ് നമുക്കറിയാം എന്തായിരിക്കും, ബി കോസ് തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും, ബി സൈൻ തീറ്റ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഈ പിക്ചർ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കാം. ദെൻ ഒരു 4 സ്റ്റെപ്പിലൂടെ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് എഴുതണം, പൈതഗോറസ് തിയറം എഴുതണം. ഓക്കെ, ഇവിടെ ഡയഗണൽ ഏതാ, ആർ. അപ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ലേ. ദെൻ താഴെ ടോട്ടൽ ലെങ്ത് എത്രയാണ് അല്ലേ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ വരച്ചത്. അപ്പോൾ ഈ വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ എടുക്കേണ്ടത് ഓർക്കുക. ദെൻ അതിന്റെ താഴത്തെ സൈഡ് എത്ര, എ പ്ലസ് ബി കോസ് തീറ്റയാണ് അല്ലേ. അപ്പോൾ എ പ്ലസ് ബി കോസ് തീറ്റയുടെ സ്ക്വയർ എടുക്കണം. ദെൻ വെർട്ടിക്കൽ സൈഡ് ഏതാണ്, ബി സൈൻ തീറ്റ. അപ്പോൾ ബി സൈൻ തീറ്റ സ്ക്വയർ. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. പൈതഗോറസ് തിയറം ആണ് എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ സൊല്യൂഷൻ എളുപ്പമാണ്. ഇങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്കിത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് സോൾവ് ചെയ്യാം. അപ്പം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ്
ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുക. ദെൻ അപ്പുറത്ത് നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്താൽ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കിട്ടും. നോക്കൂ, ഇവിടെ രണ്ട് ടേം ഒരുപോലെ ഉണ്ട്. ഏതൊക്കെയാണ്? ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയും ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയും. രണ്ടിൽ നിന്നും ബി സ്ക്വയറിനെ പുറത്തെടുത്ത് എഴുതുക. ദെൻ നോക്കൂ, അപ്പോൾ ആർ സ്ക്വയറിന്റെ ആൻസർ കിട്ടി. നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 1 ആണെന്ന്. ഈ ഭാഗം 1 ആയി പോയല്ലോ. ദെൻ ഫൈനൽ റിസൾട്ട് ആയി. ഫോർ ആർ ഈക്വൽ ടു അല്ലേ, ആർ എന്ന് എഴുതുമ്പോൾ അവിടെ ആർ സ്ക്വയർ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും റൈറ്റ് സൈഡിൽ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ ആർ ഈക്വൽ ടു എന്തായി മാറും? നോക്കൂ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അപ്പോൾ 4 സ്റ്റെപ്പേ ഉള്ളൂ നമുക്ക് റിസൾട്ടന്റിന്റെ വാല്യൂ കാണാൻ. അപ്പം രണ്ട് വെക്ടർ എ ബി അവ തമ്മിലുള്ള ആംഗിളായ തീറ്റയും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതുണ്ടാക്കുന്ന റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് എഴുതി നോക്കണം നിങ്ങൾ. 2-3 പ്രാവശ്യം എഴുതി നമുക്കത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ദെൻ നോക്കൂ, ഈ റിസൾട്ട് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ, നമ്മളിപ്പോൾ ഒരു വെക്ടറിന്റെ റിസൾട്ട് കാണുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, ഡയറക്ഷൻ കൂടി വേണം അല്ലേ? അപ്പോൾ ആ ഡയറക്ഷൻ കാണാൻ വേണ്ടി നമ്മൾ എയിൽ നിന്നും എത്ര ആംഗിൾ ആണ് റിസൾട്ടന്റിലേക്കുള്ളത് എന്നാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും നമ്മൾ റിസൾട്ടന്റ് കാണുന്നത് അല്ലെങ്കിൽ ഡയറക്ഷൻ കാണുന്നത് ആംഗിൾ വെച്ചായിരിക്കും അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്ന വെക്ടറിൽ നിന്നും എത്ര ആംഗിൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ് റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്? അപ്പോൾ ആ ആംഗിൾ നമ്മൾ എന്ത് ചെയ്തു? ആൽഫ എന്ന് കൺസിഡർ ചെയ്തു. നമ്മളിവിടെ ആൽഫ എടുത്തത് ഏത് നൊട്ടേഷൻ എടുക്കാം? അപ്പോൾ ആ ആൽഫ എത്രയെന്ന് കാണാൻ വേണ്ടി നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് തന്നെ എന്തെടുക്കുക? ടാൻ തീറ്റ എടുക്കുക അല്ലേ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ് നമുക്കറിയാം. വൈ കമ്പോണന്റ് ബൈ എക്സ് കമ്പോണന്റ്. വൈ കമ്പോണന്റ് ഓർത്ത് നോക്കൂ, നമ്മൾ വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിരുന്നു? ബി സൈൻ തീറ്റ. താഴെയുള്ള ഹൊറിസോണ്ടൽ കമ്പോണന്റ് നമ്മൾ നേരത്തെ പഠിച്ചു എന്തായിരുന്നു? എ പ്ലസ് ബി കോസ് തീറ്റ. അപ്പോൾ അവിടെ നിന്ന് വരും ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ വരും. ദെൻ അതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ എന്ന് പറയുന്ന ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, പ്രത്യേകം ശ്രദ്ധിക്കുക, എഴുതി പഠിക്കുക. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കും. വീണ്ടും പറയുന്നു, രണ്ട് ലോ നമ്മൾ പഠിക്കുക, പിക്ചർ വരയ്ക്കാൻ പഠിക്കുക, അതുപോലെ ഈ സ്റ്റെപ്സ് പഠിച്ചു വെക്കുക. എന്ത് കാണാൻ? രണ്ട് വെക്ടറുകളുടെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാനുള്ളത്. നോക്കുക, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വെക്ടേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അതുപോലെ വെക്ടർ അഡീഷനും പഠിച്ചു അല്ലേ? അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ, അതുപോലെ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. ഒരു വെക്ടറിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം, ഒരു വെക്ടറിനെ നമുക്ക് മറ്റ് ഡയറക്ഷനിലേക്ക് എങ്ങനെ റിസോൾവ് ചെയ്യാം അതറിയാം. വളരെ റയറായിട്ട് ചോദിക്കാറുണ്ട് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ. നമ്മൾക്ക് അറിയുന്ന കൺസെപ്റ്റ് ആണ്, പക്ഷേ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. നോക്കൂ, ഒരു XY കോർഡിനേറ്റിൽ ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ നമ്മൾ വരച്ചു എങ്കിൽ എക്സ് ആക്സുമായിട്ടുള്ള ആംഗിൾ ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് അതിന് അഡ്ജസന്റ് കമ്പോണന്റ് എന്നും മറ്റേ സൈഡിന് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് കമ്പോണന്റ് എടുക്കാം. അഡ്ജസന്റ് കമ്പോണന്റ് നമുക്കറിയാം കോസ് തീറ്റ ആയിരിക്കും, ഓപ്പോസിറ്റ് കമ്പോണന്റ് സൈൻ തീറ്റ ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു പിക്ചർ തന്ന് നമുക്ക് വൈയുമായിട്ടുള്ള ആംഗിൾ ആണ് തീറ്റ തന്നിട്ടുള്ളതെങ്കിൽ വൈ എന്നുള്ള സൈഡിന് എന്തെടുക്കണം? ആർ കോസ് തീറ്റ എടുക്കണം, എക്സിന് എന്തെടുക്കണം? ആർ സൈൻ തീറ്റ എടുക്കണം. അപ്പോൾ ആംഗിൾ തന്ന സൈഡ് കോസ് കമ്പോണന്റ്, ദെൻ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ആർ സൈൻ തീറ്റ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏതൊരു വെക്ടറിനെയും റിസോൾവ് ചെയ്യാനുള്ള മെത്തേഡാണത് നമുക്കറിയാം. അപ്പോൾ റെസൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിക്ചർ വരയ്ക്കുക ഏറ്റവും നല്ലത്. എന്നിട്ട് എന്ത് ചെയ്യുക? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ദെൻ നമുക്ക് രണ്ട് കമ്പോണൻസ് അറിയാമെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് കൃത്യമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഞാനിവിടെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റെസൊല്യൂഷൻ എങ്ങനെ കാണിക്കാം, റിസൾട്ട് എങ്ങനെ കാണിക്കാം, അവിടെ എക്സ് കമ്പോണന്റ് വാല്യൂ അറിയാം, ആർ കോസ് തീറ്റ, വൈ കമ്പോണന്റ് വാല്യൂ അറിയാം, ആർ സൈൻ തീറ്റ. റിസൾട്ടന്റും എക്സ് വൈ കമ്പോണൻസും റിലേറ്റ് ചെയ്യുന്നത് എന്താണ്? ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ദെൻ അതുപോലെ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് അല്ലേ? രണ്ട് വെക്ടറുകളുടെ പ്രൊഡക്റ്റ് എങ്ങനെ കാണാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഒരു വെക്ടറിനെ ഒരു സ്കാലാർ കൊണ്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് സ്വാഭാവികമായിട്ടും രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡിന്റെ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പം എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ഈസ് ഈക്വൽ ടു എം എ അല്ലേ? ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. മാസ് എന്ന് പറയുന്നത് സ്കാലാർ, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? മാസിന്റെയും ആക്സലറേഷന്റെയും കൂടി മാഗ്നിറ്റ്യൂഡ് തമ്മിൽ ഗുണിച്ച് ദെൻ ഡയറക്ഷൻ എന്തിന്റെ കൊടുത്താൽ മതി? ആക്സലറേഷന് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഫോഴ്സിനും ആക്സലറേഷനൊക്കെ ഒരേ ഡയറക്ഷൻ ആണെന്ന് നമ്മൾ പറയാം. ഓക്കെ, അത് ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. ദാറ്റ്സ് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ വിത്ത് എ സ്കാലാർ ക്വാണ്ടിറ്റി. ഓക്കെ, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് നോട്ട് ചെയ്തത്. എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ എടുക്കാം? രണ്ട് രീതിയിലാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാ? ഡോട്ട് പ്രൊഡക്റ്റ് അതുപോലെ
ക്രോസ് പ്രൊഡക്റ്റും. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകണ്ട. നമുക്കിപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്, ക്രോസ് പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഇക്വേഷൻ എഴുതിയാൽ മതി. എ ഡോട്ട് ബി ഈക്വൽ ടു എന്തായിരിക്കും, എ ബി കോസ് തീറ്റ ആയിരിക്കും. എയും ബിയുടെ കോസ് കോമ്പോണന്റ് തമ്മിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എ ഡോട്ട് ബി ഈക്വൽ ടു എന്താണ്, എ ബി കോസ് തീറ്റ. അതിന്റെ ഇക്വേഷൻ എഴുതിയാൽ മതി എന്ന് തൽക്കാലം നമ്മൾ ഷോർട്ടായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കുക. ദെൻ ഇവിടെ ഒരു പ്രത്യേകത, ഇതിന്റെ റിസൾട്ട് രണ്ട് വെക്ടറുകൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, സ്കാലാർ പ്രൊഡക്റ്റ്. അപ്പോൾ എന്താണ് സ്കാലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചാൽ സിംപ്ലി എന്ത് എഴുതിയാൽ മതി, എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ. ദെൻ ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ് നമ്മൾ പറയാറുണ്ട് അല്ലേ. എന്താണ് ക്രോസ് പ്രൊഡക്റ്റ്, എ ക്രോസ് ബി ഈക്വൽ ടു എന്താണ്, എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ് ആണ് അല്ലേ. എയും ബിയുടെ പെർപെൻഡിക്കുലർ കമ്പോണന്റും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇതിന് ആൻസർ വരുന്നത്. പക്ഷെ ആ ആൻസർ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് നമ്മൾ അതിന് ആ വെക്ടറിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഒരു യൂണിറ്റ് വെക്ടർ അതിന്റെ കൂടെ എഴുതുന്നുണ്ട്, ദാറ്റ് ഇസ് വാട്ട്സ് എൻ ക്യാപ്പ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റിന് വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ദ റിസൾട്ടന്റ് ഓഫ് എ ക്രോസ് പ്രൊഡക്റ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, ദ റിസൾട്ടന്റ് ഓഫ് എ ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി, ദെൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്കാലാർ പ്രൊഡക്റ്റ്. അതുപോലെ ഇവിടെ നമുക്ക് പറയാം, ദ റിസൾട്ടന്റ് ഓഫ് ക്രോസ് പ്രൊഡക്റ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി, ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ വെക്ടർ പ്രൊഡക്റ്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ വെക്ടർ പ്രൊഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സിംപ്ലി എന്ത് പഠിച്ചു വെച്ചാൽ മതി, എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ്. എൻ ക്യാപ്പ് എന്ന് പറയുന്നതിന് ഡയറക്ഷൻ നമ്മൾ കാണാനുള്ള ഉപയോഗിക്കുന്ന റൂളാണെന്ത്, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ അല്ലേ. അതുകൂടി മനസ്സിലാക്കി വെക്കാം. ഡയറക്ഷൻ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ കാണാനുള്ള റൂളാണെന്ത്, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. ഓക്കെ, അത് വളരെ റയറായിട്ട് ചോദിക്കാറുള്ളൂ. ചോദിച്ചാൽ നമുക്കറിയാം, റൊട്ടേറ്റ് എ റൈറ്റ് ഹാൻഡ് സ്ക്രൂ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ ക്രോസ് പ്രൊഡക്റ്റ്, ദെൻ ദ ഡയറക്ഷൻ ഓഫ് അഡ്വാൻസ് ഓഫ് ദ സ്ക്രൂ ഗിവ്സ് the direction of the resultant അല്ലേ. ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ എടുത്ത് എ ക്രോസ് ബി ആണ് കാണുന്നതെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം, ബി ക്രോസ് ചെയ്യാണ് കാണുന്നതെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സ്ക്രൂ എങ്ങോട്ടാണോ പോകുന്നത് അതാണ് ഇതിന്റെ ഡയറക്ഷൻ, റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ. വേണമെങ്കിൽ അതൊന്ന് ഓർത്തു വെക്കാം, റൊട്ടേറ്റ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ അലോങ് ദി ഡയറക്ഷൻ ഓഫ് ദ ക്രോസ് പ്രൊഡക്റ്റ്, ദെൻ ദ ഡയറക്ഷൻ ഓഫ് അഡ്വാൻസിങ് ഓഫ് ദ സ്ക്രൂ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമല്ല, പക്ഷെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്, ക്രോസ് പ്രൊഡക്റ്റ് എന്താണ് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ അഡീഷന് ശേഷം നമ്മൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്താണെന്ന് എക്സാമിന് ചോദിച്ചാൽ എഴുതേണ്ട കേസ് പറഞ്ഞു. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സിൽ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം ഈ രീതിയിലെങ്കിലും. നോക്കൂ, ഇനി ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റുമായി റിലേറ്റ് ചെയ്യുന്ന ചില ആൻസറുകളാണ്. ഇതുപോലെ എഴുതാൻ എക്സാമിന് വരാറില്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. നമുക്ക് മറ്റുള്ള ആൻസറുകളൊക്കെ എഴുതാൻ നമ്മളെ വളരെ സഹായിക്കും. ദെൻ എ ഡോട്ട് എന്റെ ആൻസർ എന്തായിരിക്കും, എ സ്ക്വയർ ആയിരിക്കും അല്ലേ. കാരണം എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു കോസ് 0 ആണ് അല്ലേ. എയും എയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 0. അപ്പോൾ ഒരു വെക്ടർ അതുമായിട്ട് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത ആൻസർ എന്തായിരിക്കും, അതിന്റെ സ്ക്വയർ ആയിരിക്കും. ദെൻ ഒരു വെക്ടർ അതുമായിട്ട് തന്നെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്ത ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. കാരണം അവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 0. സൈൻ 0 എത്രയാണ്, 0. ദെൻ എ ക്രോസ് എയുടെ വാല്യൂ എന്തായിരിക്കും, 0. ദെൻ അതുപോലെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്, എ ഡോട്ട് ബി ഈക്വൽ ടു എന്താണ്, ബി ഡോട്ട് എ ആണ്. എ ഡോട്ട് ബി എടുത്താൽ കിട്ടുന്ന അതേ ആൻസർ ആണ് ബി ഡോട്ട് എ. കാരണം അതിന്റെ സ്കാലാർ ക്വാണ്ടിറ്റി ആണ്, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഡയറക്ഷൻ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. എന്നാൽ എ ക്രോസ് ബിയും ബി ക്രോസ് സി എടുക്കുമ്പോൾ പ്രത്യേകത, എ ക്രോസ് ബിയും ബി ക്രോസ് സിയുടെ ആൻസറിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. എയിൽ നിന്ന് ബിയിലേക്ക് കറങ്ങുമ്പോൾ സ്ക്രൂ പോകുന്ന ഡയറക്ഷനിലല്ല, ബിയിൽ നിന്ന് എയിലേക്ക് കറക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് സ്ക്രൂ എന്ത് ചെയ്യുക, അഡ്വാൻസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ, മൈനസ് ഓഫ് ബി ക്രോസ് എ. ഇപ്പോൾ ക്രോസ് പ്രൊഡക്റ്റിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമുക്ക് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ. അതുപോലെ എ ഡോട്ട് ബിക്ക് നമുക്ക് കിട്ടാവുന്ന മാക്സിമം വാല്യൂ എ ബി ആണ്. പക്ഷെ അത് ഏത് ആംഗിളിലാണ് നമ്മൾ പറഞ്ഞു, തീറ്റ ഈക്വൽ ടു 0 കാരണം എന്താ, കോസ് 0 ആണ് നമുക്ക് 1 കിട്ടുക. ദെൻ അപ്പോൾ സ്വാഭാവികമായിട്ടും സൈൻ തീറ്റ വരുമ്പോൾ സൈൻ 90 ആണ് 1. അപ്പം മാക്സിമം വാല്യൂ എ ബി തന്നെയാണ്. എത്ര ആംഗിളിലാണ്, തീറ്റ ഈക്വൽ ടു 90. ദെൻ എ ഡോട്ട് ബിക്ക് മിനിമം വാല്യൂ നമുക്ക് കിട്ടും. എക്കും ബിക്കും മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിലും ഡോട്ട് പ്രൊഡക്റ്റിന് ആൻസർ 0 ആവും. എപ്പോഴായിരിക്കും, ആംഗിൾ 90 ആവുമ്പോൾ. കോസ് 90 0 ആയതുകൊണ്ട് വാല്യൂ 0 ആവാം. അതുപോലെ എ ക്രോസ് ബിയുടെ ആൻസർ 0 ആവാം. എപ്പം തീറ്റ ഈക്വൽ ടു 0, കാരണം സൈൻ 0ന്റെ വാല്യൂ എന്താണ്, 0 ആണ്. അപ്പം അതുപോലെ നമ്മൾ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ഇതുപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത എ ഡോട്ട്
എ എന്താണ് എ സ്ക്വയർ എന്ന് പഠിച്ചു. അങ്ങനെ ഐ ഡോട്ട് എ എന്തായിരിക്കും ഐ സ്ക്വയർ ആയിരിക്കും. ഐയുടെയും ജെയുടെയും അതുപോലെ കെയുടെ ഒക്കെ മാഗ്നിറ്റ്യൂഡ് 1 ആണ് അല്ലേ. യൂണിറ്റ് വെക്ടർ നമുക്കറിയാം 1 സ്ക്വയർ ഈക്വൽ ടു 1. അതുകൊണ്ട് തന്നെ യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരേപോലെയുള്ള യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ആൻസർ എത്ര ആയിരിക്കും 1 ആയിരിക്കും. എന്നാൽ നമുക്ക് ഐ ക്രോസ് ഐയോ ജെ ക്രോസ് ജെയോ കെ ക്രോസ് കെ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ 0 ആയിരിക്കും. കാരണം 0 ആൻസർ കിട്ടും, കാരണം അവിടെ ഓരോന്നും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് 0 ആണ്. കിട്ടിയല്ലോ. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റിന്റെ കേസിൽ 0 ആയിരിക്കും. കാരണം ഐയും ജെയും കെയും ഐ ഒക്കെ തമ്മിൽ എത്രയാണ് 90 ഡിഗ്രിയാണ്. കോസ് 90 എന്താണ് 0 ആണ്. അതുകൊണ്ടാണ് ഇവിടെ റിസൾട്ട് 0 ആയത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും 0. ദെൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഓർത്തു വെക്കാനുള്ള മാർഗ്ഗമാണ് നമ്മൾ ഐ ജെ കെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് എഴുതി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ആരോ മാർക്കിന്റെ ഡയറക്ഷനിൽ വരുന്നത് പോസിറ്റീവ് റിസൾട്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും നെഗറ്റീവ് റിസൾട്ട്. ഇങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. നോക്കൂ, ഐ ക്രോസ് ജെയുടെ റിസൾട്ട് എന്താണ് കെ, ജെ ക്രോസ് കെയുടെ റിസൾട്ട് എന്താണ് ഐ, കെ ക്രോസ് ഐയുടെ റിസൾട്ട് എന്താണ് ജെ അല്ലേ. രണ്ടിന്റെ റിസൾട്ട് മൂന്നാമത്തെ വെക്ടർ ആയിരിക്കും, അത് പോസിറ്റീവ് ആണെന്ന് പറയാം. ഓപ്പോസിറ്റ് ആണ് കെ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ ഈ ആരോ മാർക്കിന് ഓപ്പോസിറ്റ് ആണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് ഐ ആയിരിക്കും അല്ലേ. ജെ ക്രോസ് ഐ എന്തായിരിക്കും മൈനസ് കെ ആയിരിക്കും. ഐ ക്രോസ് കെ എന്തായിരിക്കും മൈനസ് ജെ. ഈ തരത്തിൽ ഇത്തരം ഫീച്ചേഴ്സ് കൂടി നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് വരുന്ന പല ക്വസ്റ്റ്യനും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിന്റെ പകുതി ഭാഗമാണ് ഇപ്പം ഡിസ്കസ് ചെയ്ത്. നമുക്കറിയാം പകുതി ഭാഗം വെക്ടേഴ്സിനെ കുറിച്ചാണ്. ബാക്കി അങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത് രണ്ട് മോഷൻ ഇൻ എ പ്ലെയിൻ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെയാണ്, പ്രൊജക്ടൈൽ മോഷൻ അതുപോലെ യൂണിഫോം സർക്കുലാർ മോഷൻ. വെക്ടറിൽ ഓരോ ആൻസർ നമ്മൾ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഇസ് വെക്ടർ, ദെൻ ടൈപ്സ് ഓഫ് വെക്ടർ. നമ്മൾ പഠിച്ച ഏതൊക്കെ വെക്ടർ ആയിരുന്നു ഒന്ന് ഓർത്ത് വെക്കുക, ഓരോന്നും കിട്ടുന്നുണ്ടാവും എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്, നൾ വെക്ടേഴ്സ്, അതുപോലെ ഈക്വൽ വെക്ടേഴ്സ്, നെഗറ്റീവ് വെക്ടേഴ്സ്, ഇത്തരം കാര്യങ്ങളെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് പഠിച്ചു. ദെൻ വെക്ടറിന്റെ അഡീഷൻ ആണ് നമ്മൾ നേരിട്ട് പോയത്. അവിടെ നമ്മൾ രണ്ട് ലോ പഠിച്ചു, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷന്റെ അതുപോലെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. രണ്ടിന്റെയും പിക്ചർ വരയ്ക്കാനാണ്, ആ പിക്ചർ നിങ്ങൾ ഓർക്കുക. ദെൻ അങ്ങനെ നമ്മൾ രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് കണ്ടാൽ ആ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാൻ നമ്മൾ ഡെറിവേഷൻ പഠിച്ചു. അത് നന്നായിട്ട് പഠിച്ചു വെക്കുക, എഴുതി പഠിച്ചു വെക്കുക. ദെൻ നമ്മൾ പിന്നീട് എന്ത് ചെയ്യും, റെസൊല്യൂഷൻ ഓഫ് വെക്ടറും അതുപോലെ തന്നെ എന്ത് പഠിച്ചു, പ്രൊഡക്റ്റ് ഓഫ് വെക്ടറും അല്ലെ. റെസൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും എങ്ങനെ എഴുതാം, റിസൾട്ടന്റും കമ്പോണൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇത്രയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനുള്ള ആൻസർ നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്, ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്. ക്ലിയർ? അതുമായി റിലേറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതും കൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെക്ടറുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അല്ലെങ്കിൽ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി മോഷൻ പ്ലെയിനിലെ ഒരു എക്സാമ്പിളായ പ്രൊജക്ടൈൽ മോഷനിലേക്ക് പോകാം. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് എക്സാമ്പിളാണ് നമുക്ക് മോഷൻ പ്ലെയിനുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു, പ്രൊജക്ടൈൽ മോഷൻ അതുപോലെ യൂണിഫോം സർക്കുലാർ മോഷൻ. ഇവിടെ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, പ്രൊജക്ടൈൽ മോഷൻ ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിരുന്നത് എന്താ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി എയറിലേക്ക് ഫ്രീ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മോഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രൊജക്ടൈൽ മോഷൻ. അങ്ങനെ അത് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ഗ്രാവിറ്റി മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടോ, എക്സേർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഗ്രാവിറ്റി മാത്രം എക്സേർട്ട് ചെയ്തുകൊണ്ട് ഒരു ബോഡി മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൊജക്ടൈൽ മോഷൻ. അപ്പോൾ പ്രൊജക്ടൈൽ മോഷന്റെ ഈ പിക്ചർ വരയ്ക്കാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് കാണിക്കണം, ഒരു XY ആക്സിസ്, അതിലൊരു ബോഡി പ്രൊജക്റ്റ് ചെയ്യുന്ന എത്ര വെലോസിറ്റിയോട് കൂടിയാണ്, ഇനീഷ്യൽ വെലോസിറ്റി എന്താണ് u. നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പാത്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എന്താവും, പരാബോളിക് ഷേപ്പായി മാറും. അപ്പോൾ ചോദിക്കാം എന്താണ് ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ഷേപ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട ആൻസർ ആണെന്ത്, പരാബോള. ക്ലിയർ? അത് ചോദിക്കാറുണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട്. ദെൻ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി u നമുക്ക് രണ്ട് കമ്പോണന്റ് ആയി റിസോൾവ് ചെയ്യാൻ നോക്കൂ. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ u ആൻഡ് x. നമ്മൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്നാ പറയാ. അപ്പോൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദ ഹൊറിസോണ്ടൽ. ഓക്കെ, ഹൊറിസോണ്ടലുമായിട്ട് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് u cos തീറ്റയും വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിരിക്കും, u sin തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് മുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും മുകളിലെത്തുമ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആവും അല്ലേ. ആദ്യത്തിൽ ux-ഉം uy ഉണ്ടായിരുന്നു, ഏറ്റവും മുകളിലെത്തുമ്പോൾ ux മാത്രമായി മാറും. അതിനർത്ഥം സൈഡിലേക്ക് മാത്രമായിട്ട് മോഷൻ റെസ്ട്രിക്റ്റ്
ചെയ്യപ്പെടും. ദെൻ പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യും, ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ടാവും, വെർട്ടിക്കൽ മോഷൻ നേരെ താഴേക്കായി മാറും അല്ലേ. ആദ്യത്തെ പകുതിയിൽ എന്തായിരുന്നു, വെർട്ടിക്കൽ മോഷൻ മുകളിലേക്കായിരുന്നു, അടുത്ത പകുതിയിൽ വെർട്ടിക്കൽ മോഷൻ താഴേക്കായി മാറുന്നത്. എന്തുകൊണ്ടാണ്, അവിടെ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ y കമ്പോണന്റിലെ വെലോസിറ്റി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ x കമ്പോണന്റിൽ പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ x കമ്പോണന്റിന്റെ വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പിക്ചർ വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് വരയ്ക്കേണ്ടത്. ആ പിക്ചർ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. പ്രൊജക്ടൈൽ മോഷന്റെ പിക്ചർ, അതിലെ വെലോസിറ്റിയും അതിന്റെ വാരിയേഷനൊക്കെ വെച്ച് വരയ്ക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പിക്ചർ നിർബന്ധമായിട്ട് നമ്മൾ വരച്ചു പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട ചില ആൻസറുകളാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന്, പ്രൊജക്ടൈൽ എന്താണ്? ദ ഒബ്ജക്ട് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ വിത്ത് എ പെർട്ടിക്കുലർ വെലോസിറ്റി ഈസ് കോൾഡ് പ്രൊജക്ടൈൽ അല്ലെ. നമ്മൾ എയറിലേക്ക് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയോടുകൂടി പ്രൊജക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണെന്ത്, പ്രൊജക്ടൈൽ. അതുകൊണ്ടാണ് ആ മോഷൻ നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൊജക്ടൈൽ മോഷൻ. ദെൻ പ്രൊജക്ടൈൽ മോഷൻ എന്താ ചോദിക്കാം, ദ മോഷൻ ഓഫ് എ ബോഡി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി അലോൺ അല്ലെ. ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ഗ്രാവിറ്റി മാത്രമേ എക്സേർട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത്തരം മോഷൻ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, പ്രൊജക്ടൈൽ മോഷൻ. ദ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ മോഷൻ ഈസ് എ പരാബോള. അപ്പോൾ ഈ 3 ആൻസർ പഠിച്ചു വെക്കുക. ദെൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 2 കാര്യങ്ങളാണ്. ux എന്ന് പറഞ്ഞാൽ എന്താ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ് ബിക്കോസ് ദർ ഇസ് നോ ഫോഴ്സ് അലോങ് ദ x ആക്സിസ്. Then but uy is changing one അല്ലെ. uy എന്ന് പറയുന്ന വെലോസിറ്റി, വെർട്ടിക്കൽ വെലോസിറ്റി ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വന്ന് 0 ആവുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യും, താഴേക്ക് വരുമ്പോൾ കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ട്, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമൈൻസ് constant but the vertical velocity is changing one because of the gravitational force. ക്ലിയർ? അങ്ങനെ നമുക്ക് എക്സ്പ്ലനേഷൻ ചോദിക്കാറുണ്ട് പലപ്പോഴും. ദെൻ അത് എഴുതാൻ പറ്റണം. ഇനി ഒരു പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് വരുന്നുണ്ട് അല്ലേ. നമ്മളത് പഠിച്ചിട്ടുള്ള ഏതൊക്കെയാ, മാക്സിമം ഹൈറ്റിന്റെ ഡെറിവേഷൻ പഠിച്ചിരുന്നു, ടൈം ഓഫ് ഫ്ലൈറ്റ് പഠിച്ചിരുന്നു, അതുപോലെ തന്നെ റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ കാണാൻ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കേസാണിത്. ഈ 3 ഡെറിവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഡെറിവേഷനോ അല്ലെങ്കിൽ 2 എണ്ണം ഒക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 4 മാർക്കിനൊക്കെ വരുമ്പോൾ 2 ഡെറിവേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഡെറിവേഷൻ ആണ് മാക്സിമം ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ. അപ്പോൾ ഈ പോകുന്ന ഈ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, uy 0 ആവുന്ന ആ ഹൈറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്, മാക്സിമം ഹൈറ്റ്. അപ്പോൾ നോക്കൂ, മുകളിലേക്കുള്ള മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ. മുകളിലേക്ക് മാക്സിമം എത്ര ദൂരം പോകുന്ന പറയുമ്പോൾ മുകളിലേക്കുള്ള മോഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, മുകളിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ആയ h ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓർക്കുക എങ്ങനെയാണിത്, മുകളിലെത്തുമ്പോൾ എത്ര ടൈം കൊണ്ടാണ് മുകളിലേക്ക് എത്തുക നമുക്കറിയില്ല. പിന്നെയോ ഏറ്റവും മുകളിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആണ് നമുക്കറിയാം അല്ലേ. ഇങ്ങോട്ടുള്ള വെലോസിറ്റി, മുകളിലേക്കുള്ള വെലോസിറ്റി 0 ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് അറിയുന്നത് വെലോസിറ്റിയാണ്. നമുക്ക് കാണേണ്ടത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും വെച്ച് ഒറ്റ റിലേഷനേ ഉള്ളൂ. ഏതാ, ടൈം ഇല്ലാത്ത റിലേഷൻ. ഓക്കെ, v² = u² + 2as. ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സ്റ്റാർട്ടിംഗ് ഇക്വേഷനിൽ തെറ്റ് വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, v² = u² + 2as. നമ്മൾ വെർട്ടിക്കൽ മോഷൻ എടുക്കുന്നതുകൊണ്ട് ഒക്കെ y കമ്പോണന്റ് എടുത്തു, vy uy അല്ലേ. എക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു, -g, കാരണം ബോഡി പോകുന്നത് മുകളിലേക്ക്. അവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ എന്താണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഡൗൺവേർഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, മൈനസ് സൈൻ കൊടുക്കാം. മുകളിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് h എന്ന് കൊടുക്കാം. അപ്പൊ ഈ ഇക്വേഷൻ ഈ രീതിയിലേക്ക് എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. നമുക്കറിയുന്നത് ഈ വാല്യൂ എസിന്റെ വാല്യൂ h ആവുമ്പോൾ vyയുടെ വാല്യൂ എന്താവുന്നുണ്ട്, 0 അല്ലെ. മുകളിലേക്കുള്ള വെലോസിറ്റി എന്തായി മാറുന്നുണ്ട്, 0. അവിടെ മുതലാണ് പിന്നെ അത് താഴേക്ക് വരാൻ തുടങ്ങുന്നത്. അപ്പോൾ vyക്ക് നമുക്ക് എന്ത് കൊടുക്കാം, 0 കൊടുക്കാം. then റീഅറേഞ്ച് ചെയ്താൽ നോക്കൂ, 2gh = നമുക്ക് എന്ത് കൊടുക്കാം, u² sin² θ. then h is equal to u² sin² θ / 2g എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ ഒരു 4 സ്റ്റെപ്പിൽ നമുക്ക് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ സാധിക്കണം. നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു പേപ്പർ എടുത്ത് എഴുതി നോക്കുക. നമ്മൾ സ്റ്റാർട്ടിങ് ഇക്വേഷൻ ചിന്തിക്കുക. ദെൻ ഈ ഒറ്റ ഡെറിവേഷൻ അല്ലാതെ നമ്മൾ പഠിക്കുന്ന ഈ 2 3 ഡെറിവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ 3 ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മളിത് തെറ്റ് കൂടാതെ 3 നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൺഫ്യൂഷൻ ആവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഫൈനൽ ആൻസർ കിട്ടിയ എന്തായിരുന്നു, h is equal to u² sin² θ / 2g. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ഹൈറ്റിന് ഇക്വേഷൻ പഠിച്ചു. എന്തായിരുന്നു, u² sin² θ / 2g. അതുപോലെ വരുന്ന 2 ഡെറിവേഷനാണ് ടൈം ഓഫ് ഫ്ലൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചും അല്ലേ. ഇവിടെ നിന്നൊരു ബോഡി പ്രൊജക്റ്റ് ചെയ്താൽ തിരിച്ച് താഴെ വന്ന് വീഴാൻ, അതേ ലെവലിൽ താഴെ വന്ന് വീഴാൻ വേണ്ട സമയത്തെ വിളിക്കുന്ന പേരാണെന്ത്, ടൈം ഓഫ് ഫ്ലൈറ്റ്.
ഇപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ നമ്മൾ ഓർക്കണം അല്ലേ. നേരത്തെ നമ്മൾ സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ ഓർക്കാനുള്ള കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് പോയി തിരിച്ചു വരാനുള്ള ടൈമാണ്. അപ്പോൾ ഇക്വേഷനിൽ ടൈം ഉറപ്പാണ് അല്ലേ. അപ്പോൾ ടൈമുള്ള രണ്ട് ഇക്വേഷൻ നമ്മൾ കയ്യിലുണ്ട്. S = UT + ½ AT² ഉണ്ട്, അതുപോലെ V = U + AT ഉണ്ട്. പക്ഷേ V = U + AT ഒരു പ്രശ്നം, നമുക്ക് ഫൈനൽ വെലോസിറ്റി അറിയണം അല്ലേ. അപ്പോൾ നമ്മളൊരു ബോഡി പ്രൊജക്ട് ചെയ്താൽ അവിടെ ചെന്ന് വീഴുന്ന വെലോസിറ്റി അറിയണം, നമുക്കറിയില്ല. സ്വാഭാവികമായിട്ടും മറ്റൊരു കേസ് അറിയാം, നമുക്ക് പോയി തിരിച്ചു വരാനുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോയി തിരിച്ചു വരുമ്പോൾ ദെൻ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ആണ് അല്ലേ. പോയി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ആണ് അല്ലേ. അത് സൈഡിലേക്ക് പോയാലും എക്സ് ആക്സുമായി കമ്പയർ ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അറിയാം, ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ഓർത്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഒറ്റ ഇക്വേഷൻ വരുള്ളൂ. ഏതാ? ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള റിലേഷൻ ഏതായിരുന്നു? S = UT + ½ AT². അങ്ങനെ 2-3 തവണ നിങ്ങളിത് എഴുതുമ്പോൾ അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ കിട്ടും. പിന്നെ ഈസിയാണ് ഈ കാര്യങ്ങളൊക്കെ. ദെൻ നോക്കൂ, എസിന്റെ വാല്യൂ മുകളിൽ പോയി തിരിച്ചു വരുമ്പോൾ y ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0. ദെൻ U എന്ന് പറയുമ്പോൾ y ആക്സിലെ വെലോസിറ്റിയാണ് എത്രയാണ്? U sin θ. ദെൻ ഈ മുകളിൽ പോയി തിരിച്ചു വരുന്ന ടൈമിൽ നമ്മൾ ക്യാപിറ്റൽ T എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ സ്മോൾ ടിക്ക് പകരം ക്യാപിറ്റൽ T കൊടുത്തു. നേരത്തെ പോലെ A = എന്ന് കൊടുത്തു നമ്മൾ -g. അപ്പോൾ -½ GT² ആയി. ഓക്കെ, തന്നെ റീഅറേഞ്ച് ചെയ്യാതെ കൊണ്ടുവരുമ്പോൾ പ്ലസ് ആവും. ദെൻ ഇവിടെ നോക്കൂ, T² ഉണ്ട്, T ഉണ്ട്. ഈ T²ഉം ഈ T ഞാൻ ക്യാൻസൽ ചെയ്തു, ബാക്കി ഒരു T ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ 2 മുകളിലേക്ക് പോയി 2U sin θ ആയി, G താഴേക്ക് പോയി. ദെൻ ഫൈനൽ ആൻസർ എന്തായി? T = 2U sin θ/g. ക്ലിയർ ആണല്ലോ. അപ്പോൾ എല്ലാം 4 സ്റ്റെപ്പിൽ ഒതുക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ഫൈനൽ ആൻസർ കിട്ടിയത് T = 2U sin θ/g. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ മാത്രമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ അടുത്തത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് അല്ലേ. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഈ ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ റേഞ്ച് അല്ലേ. ഹൊറിസോണ്ടലി എത്ര ദൂരത്തേക്ക് പോയി, നമ്മളൊരു മിസൈലൊക്കെ പറയുമ്പോൾ നമ്മൾ റേഞ്ച് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ആ റേഞ്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചിലപ്പോൾ അത്ര പ്രോബ്ലംസ് ഒക്കെ വരാം അല്ലേ. ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്യുന്ന ആംഗിൾ തന്നു കഴിഞ്ഞാൽ ആ മിസൈലിന്റെ റേഞ്ച് എത്രയെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കാണേണ്ട ഇക്വേഷൻ ആണെന്ത്? U² sin 2θ/g. അപ്പോൾ അതിന്റെ ഡെറിവേഷൻ എങ്ങനെ നോക്കാം? സൈഡിലേക്കുള്ള മോഷൻ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു സൈഡിലേക്കുള്ള വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവില്ല, Ux റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ സൈഡിലേക്കുള്ള മോഷൻ എന്താണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണുന്ന ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഇൻറ്റു ടൈം. വേറെ ഇക്വേഷനിലേക്ക് ഒന്നും പോകണ്ട. യൂണിഫോം മോഷൻ ആണെങ്കിൽ മറ്റു നമ്മൾ പഠിച്ചതൊക്കെ ആക്സിലറേറ്റർ മോഷൻ ഇക്വേഷൻസ് ആണ്, കൈനമാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ് പഠിച്ചത്. ഇവിടെ യൂണിഫോം മോഷൻ ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, സൈഡിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ R എന്ന് കൊടുത്തു. സൈഡിലേക്കുള്ള വെലോസിറ്റി എത്രയാണ്? U cos θ. ദെൻ ഇവിടെ നിന്ന് ഇവിടെ എത്താനുള്ള ടൈമിനെ നമ്മൾ എന്ത് വിളിച്ചു? ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ സിംപ്ലി ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി ടിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 2U sin θ/g. ഇവിടെ നോക്കൂ, U × U² എടുത്തു. ബാക്കി എന്താ ഉള്ളത്? 2 sin θ × cos θ. നമ്മൾ മാത്സ് പഠിച്ചിട്ടുണ്ട്. 2 sin θ × cos θ വന്നാൽ അതിന്റെ ആൻസർ എത്രയാണ്? sin 2θ ആണ്. g അവിടെ ഉണ്ട്. ദെൻ ഫൈനൽ ആൻസർ എന്തായി? R = U² sin 2θ/g. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ നമ്മൾ 3 ഡെറിവേഷൻ ആണ് പഠിച്ചത്. ഒന്ന് മാക്സിമം ഹൈറ്റ് H = U² sin² θ/2g. രണ്ടാമത്തെ T = 2U sin θ/g. ദെൻ മൂന്നാമത്തത് റേഞ്ച് R = U² sin 2θ/g. 3 ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രോബ്ലംസ് വരാൻ നല്ല ചാൻസ് ഉള്ള 3 ഇക്വേഷൻസ് ആണ്. അതുപോലെ ഡെറിവേഷൻ നിർബന്ധമായും പഠിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. പ്രൊജക്ടൈൽ മോഷനും അതുമായി റിലേറ്റ് ചെയ്യുന്ന ഡെറിവേഷനും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു വെക്കുക. ഇനി നോക്കൂ, നമ്മൾ പഠിച്ച 3 ഇക്വേഷനുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് എക്സാമിന് വരുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് 3 ഇക്വേഷൻ പഠിച്ചു. ഹൈറ്റ്, അതുപോലെ ടൈം ഓഫ് ഫ്ലൈറ്റ്, റേഞ്ച്. ദെൻ ഹൈറ്റ് എത്ര മാക്സിമം ആവാം? നമ്മൾ ഒരു കുട്ടിക്ക് ഒരു ബോൾ എറിയാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് നമുക്ക് തന്നു, U തന്നു അല്ലേ. ആ U ആ കുട്ടിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ കുട്ടിക്ക് അറിയാവുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അല്ലേ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ മാക്സിമം കിട്ടുന്നത് എത്രയാ? 1 ആണ്. സൈൻ തീറ്റയുടെ വാല്യൂ 1 കിട്ടപ്പോഴാണ് 90 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ അവിടെ കിട്ടാവുന്ന മാക്സിമം ഹൈറ്റ് ഞാൻ അതിന് H മാക്സിമം എന്ന് എഴുതാം. ഒരു പ്രൊജക്ടൈൽ മോഷനിൽ കിട്ടാവുന്ന മാക്സിമം ഹൈറ്റ് H എന്ന് പറയാം. അത് ആംഗിൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ H ചേഞ്ച് ചെയ്യിക്കാം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് കിട്ടാവുന്ന മാക്സിമം എന്ന് പറയുന്നത് എന്തായിരിക്കും? U²/2g ആയിരിക്കും. ഏത് ആംഗിൾ ആയിരിക്കും? θ = 90 ഡിഗ്രി. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക. നമുക്കൊരു ഗിവൺ വെലോസിറ്റിയിൽ ഒരു ബോൾ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഹൈറ്റിലേക്ക് എത്തിക്കാൻ പറ്റണമെങ്കിൽ എത്ര ആംഗിൾ പ്രൊജക്റ്റ് ചെയ്യണം? 90 ഡിഗ്രി. നേരെ മുകളിലേക്ക് എറിയണം എന്നർത്ഥം.
അങ്ങനെ പോവുകയാണെങ്കിൽ എത്ര ഹൈറ്റ് വരെ പോകും? അതാണ് u²/2g. ക്ലിയർ ആണല്ലോ. അതുപോലെ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഒരു ബോൾ നമ്മൾ എറിഞ്ഞാൽ മാക്സിമം ടൈം അത് അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, തിരിച്ചു വരാനുള്ള ടൈം മാക്സിമം എടുക്കണം എന്നുണ്ടെങ്കിൽ അതും സെയിം ആൻസർ ആണ്. ടി മാക്സിമം ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, മാക്സിമം ടൈം നമുക്ക് കിട്ടണമെങ്കിൽ ആൻസർ എന്തായിരിക്കും? 2u/g ആയിരിക്കും. ഇതും കിട്ടുന്ന എത്രയാണ്? 90 ഡിഗ്രിയിലാണ്. അപ്പൊ 90 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്താലാണ് മാക്സിമം ടൈമും നമുക്ക് കിട്ടും, അതുപോലെ മാക്സിമം ഹൈറ്റിലേക്കും എത്തിക്കാൻ സാധിക്കുക. ഇനി റേഞ്ച് മാക്സിമം ആവണമെങ്കിൽ അല്ലെ, ആർ മാക്സ് കിട്ടണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ആർ മാക്സ് ഇസ് ഈക്വൽ ടു, നോക്കൂ, ആർ മാക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് സൈൻ 2θ ആണ് അവിടെ വരുന്നത് അല്ലേ. അപ്പൊ സൈൻ 2θ വാല്യൂ 1 ആവണം. 1 ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? u²/g ആണ് അല്ലേ. എപ്പോഴാണ് അത് കിട്ടുക? സൈൻ 2θ ഈക്വൽ ടു 1 ആവണം. അപ്പൊ 2θ വാല്യൂ ആയിരിക്കണം എന്താവേണ്ടത്? 2θ വാല്യൂ 90 ഡിഗ്രി ആവണം. തീറ്റ ഈക്വൽ ടു എത്രയാണ്? 45 ഡിഗ്രി. ഇപ്പൊ 3 കണ്ടീഷൻ നമ്മൾ പഠിച്ചത്. ഒരു ഗിവൺ വെലോസിറ്റിയിൽ ഒരു ബോഡി പ്രൊജക്ട് ചെയ്യുമ്പോൾ മാക്സിമം ഹൈറ്റ് കിട്ടണമെങ്കിൽ 90 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യണം. മാക്സിമം ഹൈറ്റ് എത്ര ആയിരിക്കും? അപ്പോൾ u²/2g. മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടണമെങ്കിലും എന്ത് ചെയ്യണം? 90 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യണം. ദെൻ അപ്പോൾ കിട്ടുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് എത്ര ആയിരിക്കും? പോയി തിരിച്ചു വരുന്ന ടൈം എത്ര ആയിരിക്കും? 2u/g. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ദൂരേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ട എത്രയിലാണ്? 45 ഡിഗ്രിയിലാണ് അല്ലേ. ദെൻ അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടുന്ന റേഞ്ച് എത്രയായിരിക്കും? u²/g. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. നമ്മൾ ലോങ് ജമ്പ് ചെയ്യുന്ന ആള്, ജാവലിംഗ് ത്രോ എറിയുന്ന ആളൊക്കെ മാക്സിമം ദൂരേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എത്ര ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യണമെന്ന് വെച്ചാൽ 45 ഡിഗ്രിയിലാണ്. അതെങ്ങനെ പ്രൂവ് ചെയ്യാം? നമ്മൾ ഈ ഇക്വേഷൻ എഴുതാം. ഈ ഇക്വേഷനിൽ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ 1 ആവണം. അപ്പോൾ നമ്മൾ എത്ര എഴുതിയാൽ മതി? ഈ ഇക്വേഷൻ എഴുതാം. എന്നിട്ട് ആർ മാക്സിമം ഈക്വൽ ടു എന്ത് എഴുതാം? u²/g when 2θ = 90, therefore θ = 45. ഇതാണ് പ്രൂഫ് ചോദിച്ചാൽ എഴുതേണ്ടത്. ഈ 2 ഇക്വേഷൻ എഴുതി, ഈ 2 കണ്ടീഷൻ എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കൺസെപ്റ്റ് നോക്കൂ. എച്ച് മാക്സിമവും അതുപോലെ ആർ മാക്സിമവും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ. നോക്കൂ, ഈ u²/g എന്ന് പറയുന്നത്, നോക്കൂ, u²/g എന്ന് പറയുന്നത് എന്താണ്? ആർ മാക്സിമം ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? എച്ച് മാക്സിമം ഈക്വൽ ടു ആർ മാക്സിമം ബൈ 2 എന്ന് പറയുന്ന പുതിയ റിസൾട്ട് കിട്ടിയില്ലേ. അതൊക്കെ നമുക്ക് എക്സാമിന് ആവശ്യം വരും. ഒരു കുട്ടിക്ക് അറിയാവുന്ന മാക്സിമം റേഞ്ച് തന്നിട്ട് ആ കുട്ടിക്ക് അറിയാവുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ നമ്മൾ മാക്സിമം റേഞ്ചിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ഹൈറ്റ് കിട്ടും. തിരിച്ചും ചോദിക്കാം, ഒരു കുട്ടിക്ക് അറിയാവുന്ന മാക്സിമം ഹൈറ്റ് തന്നിട്ട് ആ കുട്ടിക്ക് അറിയാവുന്ന മാക്സിമം റേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ ഹൈറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? മാക്സിമം റേഞ്ച് കാണാം. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ നമ്മൾ ഈ രീതിയിൽ പറഞ്ഞു പോവുകയാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യേണ്ട പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുക. കാരണം നമുക്ക് എല്ലാം കൂടി ചെയ്യാൻ സമയമില്ല, ഒരുപാട് ടൈം എടുക്കും. ദെൻ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ വരാറുണ്ട്. നോക്കൂ, അതുപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏതൊക്കെ ആംഗിളുകളിലാണ് സെയിം റേഞ്ച് കിട്ടുക എന്ന് അല്ലേ. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഒരു ഗിവൺ ആംഗിളിൽ എറിഞ്ഞാൽ റേഞ്ച് കിട്ടും അല്ലേ. എന്നാൽ അവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലും 90 - തീറ്റ എന്ന ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലും ഒരേ റേഞ്ച് ആയിരിക്കും. ഒരു ഗിവൺ വെലോസിറ്റിയിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ 30 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്താലും 60 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്താലും ഒരേ സ്ഥലത്താണ് ചെന്ന് വീഴുക. അല്ലെങ്കിൽ 20 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്താലും അല്ലേ, 90 - 20 എത്ര? 70 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്താലും ചെന്നെത്തുന്നത് ഒരേ സ്ഥലത്തായിരിക്കും. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കണം. കണ്ടീഷൻ ഓർത്ത് വെക്കുക. സെയിം റേഞ്ച് കിട്ടുന്ന 2 ആംഗിളുകൾ തീറ്റ ആൻഡ് 90 - തീറ്റ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. നോക്കൂ, ആർ ഓഫ് തീറ്റ ആംഗിളിലാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ പ്രൊജക്ട് ചെയ്യുന്ന ആംഗിൾ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ? u² sin 2θ/g ആണ്. അപ്പോൾ നമുക്ക് എഴുതാം u² sin 2θ/g. ദെൻ ആ 90 - തീറ്റ അല്ലെ, 90 - തീറ്റയിലാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് എഴുതാം? u² ചേഞ്ച് ചെയ്യുന്നില്ല. സൈൻ 2θയുടെ പകരത്തിൽ എഴുതാം 90 - തീറ്റ/g എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു u² സൈൻ, നോക്കൂ, 2 × 90 എത്ര കിട്ടി? 180 - 2 × തീറ്റ 2θ ഓൾ ഡിവൈഡ് ബൈ g. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ 180 - തീറ്റ എത്രയാണ്? സൈൻ തീറ്റയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ സൈൻ 180 - 2θ എത്രയായിരിക്കും? സൈൻ 2θ ആയിരിക്കും. ആൻസർ എന്തായി? u² sin 2θ/g ആയില്ലേ. അത് തന്നെയായിരുന്നു ഈ ആൻസറും. അപ്പൊ അതിനർത്ഥം റേഞ്ച് രണ്ടും സെയിം ആണ്. തീറ്റ ആംഗിൾ ആയാലും 90 - തീറ്റ ആംഗിൾ ആയാലും ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും എത്തുക. ഇത് പ്രാക്ടിക്കലി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മളത് അതിലേക്കൊന്നും പോകേണ്ടപ്പം ദെൻ നമുക്ക് ആ കണ്ടീഷനും അതെങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എഴുതാൻ സാധിക്കും. നോക്കൂ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഒരു ഫ്ലൈറ്റ് എന്ത് ചെയ്യാണ്? ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്നൊരു ബോംബ് താഴേക്ക് ഇടുമ്പോൾ അത് നമ്മൾ ടാർഗറ്റിന്റെ മുകളിലെത്തിയപ്പോഴെങ്കിൽ ടാർഗറ്റ് മിസ്സായി പോകില്ലേ? എത്ര ദൂരം അങ്ങോട്ട് പോകും
ഓക്കെ, ഇത്ര ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട്. അപ്പോൾ നോക്കൂ, ഒരു ബോഡി ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്റ്റ് ചെയ്യാണ് അല്ലേ. നമ്മളൊരു മൂവ് ചെയ്യുന്ന ബോഡിയിൽ നിന്ന് താഴേക്ക് ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ അതിനെന്തുണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി യു ഉണ്ടാവും അല്ലേ. പിന്നെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് ഈ തരത്തിലൊരു മോഷൻ ഉണ്ടാക്കുക നമുക്കറിയാം. അപ്പോൾ നോക്കൂ, ഇതാ എച്ച് ഹൈറ്റിൽ നിന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു, ഇവിടെ ആയിരുന്നു ടാർഗറ്റ്, ഇതിന്റെ മുകളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തു, പക്ഷെ വീണത് എവിടെയല്ല, ഇവിടെയാണ് അല്ലേ. എത്ര ഇങ്ങോട്ട് മാറി പ്രൊജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എത്ര മാറിയിട്ടാണ് വീഴുക എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ താഴെ എത്താനുള്ള ടൈം എത്രയാണെന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ, ഈ താഴെ എത്താനുള്ള ടൈം നമ്മൾ ടി ഈക്വൽ ടു √2h/g ആണ്. ഓക്കെ, അപ്പോൾ താഴെ എത്താനുള്ള ടൈമിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക, √2h/g. അങ്ങനെയാണെങ്കിൽ താഴെ എത്തുമ്പോൾ ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയാണ്? ഹൊറിസോണ്ടൽ റേഞ്ച് അറിയാം നമുക്ക്, എന്താണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ദ ടൈം ടേക്കൺ ആണ്. എങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് r ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്ര തന്നെയാണ്, u ആണ്, കാരണം ഹൊറിസോണ്ടലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ u ഇൻറ്റു എന്ത് കണ്ടാൽ മതി, √2h/g. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കൂടി നമുക്ക് പ്രോബ്ലം ചെയ്യാനതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. ഒരു ബോഡി ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്റ്റ് ചെയ്താൽ, നമ്മൾ സാധാരണ പഠിച്ചത് എന്തായിരുന്നു, ഒരു തീറ്റ ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതായിരുന്നു അല്ലേ. അതിന് പകരം ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്റ്റ് ചെയ്താൽ ആ ചെന്ന് വീഴുന്ന റേഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അങ്ങോട്ട് എത്താനുള്ള ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ മറന്നുപോയാൽ നമുക്ക് എന്ത് ചെയ്യാം, s is equal to ut plus half at² എന്നുള്ള ഇക്വേഷൻ ആണ് കിട്ടുന്നത് അല്ലേ. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഈ ഡിസ്പ്ലേസ് ടൈമാണ് നമ്മൾ അല്ലേ, ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇവിടെ നിന്ന് ഇവിടേക്ക് പോകുമ്പോൾ താഴേക്കുള്ള ഹൈറ്റ് ഇതാണ് h അല്ലേ. അപ്പോൾ എസിന് എന്ത് കൊടുക്കാം, h, ദാറ്റ്സ് ഈക്വൽ ടു ഇവിടുന്ന് ഇങ്ങോട്ട് എറിയുമ്പോൾ താഴേക്കുള്ള വെലോസിറ്റി എത്രയാണ്, 0 ആണ് അല്ലേ. നമ്മൾ ഡ്രോപ്പ് ചെയ്താലും ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്റ്റ് ചെയ്താലും താഴേക്കുള്ള വെലോസിറ്റി എത്രയാണ്, 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, 0 ദെൻ മൈനസ് ഹാഫ് g/t². കിട്ടിയല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് t ഈക്വൽ ടു എന്ത് കിട്ടും, √2h/g. അങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ അതിന്റെ ഡെറിവേഷൻ ഒന്ന് പഠിച്ചു വെക്കുന്നു വേണ്ട. ഈ രണ്ട് ആൻസറും നമ്മൾ പഠിച്ചു വെക്കുക. അഥവാ മറന്നുപോയാൽ ഇതിൽ നിന്നാണ് കിട്ടിയതെന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് അതവിടെ എന്ത് ചെയ്യാൻ പറ്റും, റീകോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പ്രോബ്ലം കൂടി ചെയ്യേണ്ട ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു √2h/g. അതുപോലെ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ ഈസ് ഈക്വൽ ടു u ഇൻറ്റു √2h/g. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണ രീതിയിൽ നമുക്ക് പ്രൊജക്ടൈലുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പ്രൊജക്ടൈൽ മോഷന്റെ ഈ പിക്ചർ വരയ്ക്കാൻ പ്രത്യേകം പറഞ്ഞു. ദെൻ അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ u എന്താണ്, തീറ്റ എന്താണ്, അതുപോലെ ux എങ്ങനെയാണ്, കോൺസ്റ്റന്റ് ആണ്, uy എന്താണ്, ചേഞ്ചിങ് ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഈ 3-4 പോയിന്റ് എഴുതുക. ദെൻ നമ്മൾ പറഞ്ഞ 3 ഡെറിവേഷനും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മാക്സിമം ഹൈറ്റ്, റേഞ്ച്, അതുപോലെ ടൈം ഓഫ് ഫ്ലൈറ്റ്. അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന നിരവധി ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. അത് ഡയറക്റ്റ് ആയിട്ട് വരുന്ന അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പോവുക. ഇതൊക്കെയാണ് സാധാരണ വരാറുള്ളത്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത്, പ്രൊജക്ടൈൽ മോഷൻ. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കായ യൂണിഫോം സർക്കുലാർ മോഷൻ എടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളായ യൂണിഫോം സർക്കുലാർ മോഷൻ നോക്കാം അല്ലേ. ഇപ്പോൾ സർക്കുലാർ മോഷൻ എന്താണെന്ന് അറിയാം നമുക്ക്. എന്താണ്, ദ മോഷൻ ഓഫ് എ ബോഡി അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ അല്ലേ. അത് യൂണിഫോം സർക്കുലാർ മോഷൻ ആവുക എപ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ. ഒരിക്കലും സർക്കുലാർ മോഷന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സർക്കുലാർ മോഷൻ ഒരു നോൺ യൂണിഫോം മോഷൻ എക്സാമ്പിൾ ആയിട്ട് പറയും. കാരണം അതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓർത്ത് വെക്കുക. ദെൻ ഇവിടെ അപ്പം യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇഫ് ദ സ്പീഡ് ഓഫ് എ സർക്കുലേറ്റിംഗ് ബോഡി റിമൈൻസ് കോൺസ്റ്റന്റ് ദെൻ സച്ച് എ മോഷൻ ഈസ് നോൺ ആസ് യൂണിഫോം സർക്കുലാർ മോഷൻ. യൂണിഫോം സർക്കുലാർ മോഷനുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാവുന്ന ഒരു ആൻസർ ആണെന്ത്, ആംഗുലാർ വെലോസിറ്റി. എന്താണ്, ആംഗിൾ ടേൺഡ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ആംഗുലാർ വെലോസിറ്റി. സാധാരണ ഇതിൽ വെലോസിറ്റി എന്ന് പറയാൻ എന്താ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇവിടെ എന്താണ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. നമ്മൾ ടേൺ ചെയ്യുന്ന ഒരു ഗിവൺ ടൈം കൊണ്ട് ടേൺ ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമുക്ക് ആംഗുലാർ വെലോസിറ്റി ചോദിച്ചാൽ ഇക്വേഷൻ എഴുതിയാൽ മതി, ഒമേഗ ഈക്വൽ ടു എന്താണ്, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. പിന്നെ അവിടെ നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റികൾ തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്ന ബോഡിക്ക് 2 വെലോസിറ്റി ഉണ്ട്. എന്താണ്, ഇവിടെ നോക്കൂ, ഒരു ബോഡി ഇവിടുന്ന് എത്തുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് ലീനിയർ വെലോസിറ്റി ഉണ്ട്. മാത്രമല്ല അതൊരു ആംഗിൾ ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തുണ്ട്, ആംഗുലാർ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ആണെന്ത്, ഇവിടെ നമ്മുടെ ടൈമിൽ നമ്മൾ ഡെൽറ്റ ടി എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ആണെന്ത്, ലീനിയർ വെലോസിറ്റി. ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആണെന്ന്, ആംഗുലാർ വെലോസിറ്റി. ഇത് തമ്മിൽ റിലേഷൻ ആണ് നമുക്ക് പലപ്പോഴും ചോദിക്കാറുള്ളത്. ചെറിയൊരു ഡെറിവേഷൻ ആണ്. നമുക്കറിയാം ആംഗിൾ ഈക്വൽ ടു
ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള കൺസെപ്റ്റ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് എടുത്തത്. അപ്പോൾ ആംഗിൾ ഡെൽറ്റ തീറ്റ ഈക്വൽ ടു എന്ത് പറയാം, ആർക്ക്, ദെൻ ആർക്ക് നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് കൊടുക്കാം, ഡെൽറ്റ ആർ, ദ റേഡിയസ് ഈസ് ആർ അല്ലേ. അപ്പോൾ ഡെൽറ്റ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ, അതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡെൽറ്റ ആർ ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ. രണ്ട് സൈഡിലും നമ്മൾ ഗിവൺ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ലീനിയർ വെലോസിറ്റി, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി നമുക്കറിയാവുന്നതാണ്. രണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വി എന്നും ഇതിന് ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന കണ്ടീഷനൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ ഈ ഡെറിവേഷൻ സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നന്നായി മനസ്സിലാക്കി വെക്കുക. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി ഓഫ് എ സർക്കുലേറ്റിംഗ് ബോഡി, വി ഈക്വൽ ടു ആർ ഒമേഗ. ഓക്കെ, അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കുലേറ്റ് ചെയ്യുന്ന ബോഡിക്ക് ഒരു ആക്സലറേഷൻ ഉണ്ട്, കാരണം അതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും. ആ ആക്സലറേഷൻ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഓക്കെ, ആക്സലറേഷൻ ഓഫ് എ ബോഡി എക്സിക്യൂട്ടിംഗ് സർക്കുലാർ മോഷൻ ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ആക്സലറേഷൻ എന്താ ചോദിച്ചാൽ അങ്ങനെ എഴുതുക. then സെൻട്രിപെറ്റൽ ആക്സലറേഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, എപ്പോഴും ടുവേർഡ്സ് ദ സെന്റർ. ഓക്കെ, അപ്പോൾ ആ ഡയറക്ഷൻ ചോദിക്കാം. അതുപോലെ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഇക്വേഷൻ ഏതാണ്, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എ ഈക്വൽ ടു വി ഒമേഗ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഡിറൈവ് ചെയ്യാം, സെയിം പിക്ചർ നമ്മൾ എടുക്കുക. അപ്പോൾ ഈ പിക്ചർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചു വെക്കണം. ഈ രണ്ട് ഡെറിവേഷനും പിക്ചർ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പിക്ചർ വരയ്ക്കുക. ഈ പിക്ചറിൽ ആദ്യം നമ്മൾ ഡെൽറ്റ ആറും ആറും, ദെൻ ഇവിടെ എത്തുമ്പോൾ എന്തായി ആർ പ്ലസ് ഡെൽറ്റ ആർ അല്ലേ. വെക്ടർ ഇക്വേഷൻ, വെക്ടറിന്റെ അഡീഷൻ നമുക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇത് ആർ എന്ന് പറയുന്ന റേഡിയസ് വെക്ടർ, ഇത് ഡിസ്പ്ലേസ്മെന്റ്, റിസൾട്ടന്റ് ഇതാണ് അല്ലേ. അപ്പോൾ ആർ പ്ലസ് ഡെൽറ്റ ആർ എന്ന് ഇതിനെ എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ ഈ പോയിന്റിലെ വെലോസിറ്റി വി ആണ്. വി എന്താണ്, എപ്പോഴും ടാൻജൻഷ്യൽ ആയിരിക്കും അല്ലേ. ഈ പോയിന്റിലെ വെലോസിറ്റി എത്രയാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തുമ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഡയറക്ഷൻ മാറിയില്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വി ചേഞ്ച് ഉണ്ടായെങ്കിൽ ഇവിടെ വി ആണെങ്കിൽ അവിടെ എത്തുമ്പോൾ എന്താവും, വി പ്ലസ് ഡെൽറ്റ വി ആയി മാറിയിട്ടുണ്ടാവും. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ആ വി അതുപോലെ എടുത്തതായി ഇങ്ങനെ വരച്ചു, ഈ വി പ്ലസ് ഡെൽറ്റ വി ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ നോക്കൂ, ഒന്ന് വി പ്ലസ് ഡെൽറ്റ വി. അപ്പോൾ ഇതൊരു വെലോസിറ്റിയാണ്, ഇത് മറ്റൊന്നിന്റെ റിസൾട്ട് ആണ് അല്ലേ. അപ്പോൾ റിസൾട്ട് ആണെങ്കിൽ ഇതേ ഓർഡറിൽ വരയ്ക്കുന്ന ഡെൽറ്റ വി, അപ്പോൾ വി അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് ഡെൽറ്റ വി വരച്ചു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, റിസൾട്ട് ആയിരിക്കും അക്കോർഡിംഗ് ടു ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ ഇവിടെ ആംഗിൾ തീറ്റ വരുന്നുണ്ടെങ്കിൽ ഈ രണ്ട് വെലോസിറ്റിക്ക് ഇടയിലുള്ള ആംഗിളും അല്ലെങ്കിൽ വിയും വി പ്ലസ് ഡെൽറ്റ വി തമ്മിലുള്ള ആംഗിളും എന്തായിരിക്കും, ഡെൽറ്റ തീറ്റ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ അതേ ഇക്വേഷൻ യൂസ് ചെയ്യാം, ഡെൽറ്റ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി. അപ്പോൾ നമുക്ക് വി പ്ലസ് ഡെൽറ്റ വി യൂസ് ചെയ്യാം, പക്ഷേ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ആൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു യൂണിഫോം സർക്കുലർ മോഷൻ ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് വി എടുക്കാം, അല്ലെങ്കിൽ വി പ്ലസ് ഡെൽറ്റ വി എടുക്കാം. അതിന് എളുപ്പത്തിന് വേണ്ടി നമ്മളാണ് എന്തെടുക്കുന്നത്, വി എടുക്കുന്നത്. അപ്പോൾ ഡെൽറ്റ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി, അഗെയിൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി നമ്മൾ എന്ത് വിളിക്കാം, ആക്സലറേഷൻ ആണ് അല്ലേ. അതാണെന്ത്, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ദെൻ വി ഇൻറ്റു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമ്മൾ പറഞ്ഞു എന്താണ്, ആംഗുലാർ വെലോസിറ്റി ആണ്. അങ്ങനെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി, എ ഈക്വൽ ടു വി ഒമേഗ. അപ്പോൾ ഇവിടെ 4 ക്വസ്റ്റ്യനുകൾ പഠിച്ചത്. വാട്ട് ഇസ് മീൻ ബൈ യൂണിഫോം സർക്കുലർ മോഷൻ, എന്താണ് സർക്കുലർ മോഷൻ എന്ന് നമുക്കറിയാം, മോഷൻ ഓഫ് എ body along the circumference of a circle. Then if the speed of a circulating body remains constant, then such a motion is known as യൂണിഫോം സർക്കുലർ മോഷൻ. അവിടെ ചോദിക്കാവുന്ന ആൻസർ എന്ന രീതിയിൽ പല ആൻസറും ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന രീതിയിൽ എന്താണ്, ആംഗുലാർ വെലോസിറ്റി ആണ്, എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് കോൾഡ് ആംഗുലാർ വെലോസിറ്റി. ദ റിലേഷൻ കണക്ടിംഗ് ലീനിയർ ആൻഡ് ആംഗുലാർ വെലോസിറ്റി വി ഈക്വൽ ടു ആർ ഒമേഗ. ദെൻ ഇക്വേഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എ ഈക്വൽ ടു വി ഒമേഗ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നോക്കൂ, എ ഈക്വൽ ടു വി ഇൻറ്റു ഒമേഗ. വിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു, വി ഈക്വൽ ടു എന്താണ്, ആർ ഒമേഗയാണ് നമുക്ക് കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ ഈ വിക്ക് പകരം ആർ ഒമേഗ കൊടുക്കുകയാണെങ്കിൽ, ആർ ഒമേഗ കൊടുക്കുകയാണെങ്കിൽ ഇൻറ്റു എന്ത് കൂടി വരുന്നുണ്ട് ഇവിടെ, ഒരു ഒമേഗ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ എന്ത് എഴുതാം, ആർ സ്ക്വയർ ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ അങ്ങനെ ഇക്വേഷൻ കൂടി മനസ്സിലാക്കി വെക്കുക, എന്താണ് എ ഈക്വൽ ടു ആർ സ്ക്വയർ ഒമേഗ. അതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് എ ഈക്വൽ ടു, ഇവിടെ നോക്കൂ വിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി അവിടെ നിർത്തി, ഒമേഗക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ, ഒമേഗ ഈക്വൽ ടു എന്താണ് വി ബൈ ആർ അല്ലേ. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്ത് എഴുതാം, വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ഒന്ന് വി ഒമേഗ, മറ്റൊന്ന് ആർ സ്ക്വയർ ഒമേഗ, മറ്റൊന്ന് വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ നമുക്ക് തന്ന ക്വാണ്ടിറ്റീസ് 3 ക്വാണ്ടിറ്റീസ് വരാം, റേഡിയസ് ഓഫ് ദ സർക്കിൾ, ലീനിയർ വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ അങ്ങനെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ആക്സലറേറ്റ് ചെയ്യുന്ന ബോഡിയുടെ മുകളിൽ നിന്നുണ്ടാവും ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെ സെൻട്രിപെറ്റൽ ആക്സലറേഷന് കാരണമായ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, സെൻട്രിപെറ്റൽ ഫോഴ്സ്.
ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷോർട്ടായിട്ട് അങ്ങനെ തന്നെ ആൻസർ പഠിച്ചു വെക്കാം. ദ ഫോഴ്സ് റിലേറ്റഡ് വിത്ത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ദെൻ ഏതൊരു ഇക്വേഷൻ എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ? നമുക്ക് F ഈസ് ഈക്വൽ ടു ma എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ m ഇൻറ്റു ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷനായ v²/r. ഇങ്ങനെയാണ് നമ്മൾ എന്തിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സിന് പഠിക്കുന്ന ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് mv²/r. അപ്പോൾ അതിന്റെ ഡെറിവേഷൻ ചോദിച്ചാൽ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഡെറിവേഷൻ ചെയ്ത് അതിൽ എമൗണ്ട് ഗുണിച്ചാൽ മതി. ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. ആണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ m ഇൻറ്റു v ഒമേഗ എഴുതാം, m ഇൻറ്റു r² ഒമേഗ എഴുതാം. പക്ഷെ നമ്മൾ സാധാരണ പഠിച്ചു വരുന്ന രീതിയിലേക്ക് മാറ്റി എന്നേ ഉള്ളൂ, mv²/r. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കൺസെപ്റ്റുകളാണ് നമുക്ക് യൂണിഫോം സർക്കുലാർ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ കേസുകളൊക്കെ നമ്മൾ പറഞ്ഞു. അവസാനമായി നമ്മൾ പഠിച്ചത് എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതുമായി റിലേറ്റ് ചെയ്യുന്ന പല എക്സാമ്പിളുകൾ ചോദിക്കാറുണ്ട്. വ്യത്യസ്ത സർക്കുലാർ മോഷനുകളിൽ ആക്ട് ചെയ്യുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ഏതൊക്കെയാണെന്ന് അല്ലേ? ഇപ്പോൾ ഇലക്ട്രോൺ ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്യുമ്പോൾ അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ദെൻ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഉണ്ടാവുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഒരു കാർ ഒരു ഗ്രൗണ്ടിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ഏതാണ്? ഫ്രിക്ഷൻ ആണ്. ഇങ്ങനെ എക്സാമ്പിൾസ് വെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം എക്സാമ്പിൾ കൂടി ഓർക്കുക നിങ്ങൾ. സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിപെറ്റൽ ആക്സലറേഷനുമായി ബന്ധപ്പെട്ട് ഇതിനൊക്കെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ എഴുതിയാൽ മാർക്ക് കിട്ടും. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. ഫോഴ്സ് ചോദിച്ചാൽ അതിന്റെ ഇക്വേഷൻ എഴുതിയാലും മതി, ഡെഫിനിഷൻ ഓർമ്മ വരുന്നില്ലെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രത്യേകം പഠിക്കേണ്ടത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് ഈ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഇതിൽ ഒന്ന് ഏതായിരുന്നു? പ്രൊജക്ടൈൽ മോഷൻ, അതുപോലെ വെക്ടർ അഡീഷൻ. ക്ലിയർ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ പോയിന്റും നമ്മൾ പഠിച്ചു വെച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഡെറിവേഷൻസ് ഒരുപാട് വന്നു. നമ്മൾ ഡെറിവേഷൻസ് കഴിയുമ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് എഴുതി പഠിച്ചതിന് ശേഷം തുടരുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കാണുക. ദെൻ നമുക്ക് അത് എളുപ്പത്തിൽ പഠിച്ചെടുത്ത് നമുക്ക് നന്നായിട്ട് എക്സാമിന് മാർക്ക് വാങ്ങാൻ സാധിക്കും. പ്രോബ്ലംസ് ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വരുന്നത് പറഞ്ഞു. അല്ലാത്തത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇക്വേഷൻ പഠിച്ചു വെച്ച് ചെയ്യാം. അതുപോലെ സർക്കുലാർ മോഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസും നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. വെക്ടർ അഡീഷനുമായി അല്ലെങ്കിൽ വെക്ടറുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ചില പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ, എ എന്ന് പറയുന്ന ഒരു വെക്ടർ എങ്ങനെ തന്നു? AXI പ്ലസ് AYJ പ്ലസ് AZK ഈ രീതിയിൽ വരാം. ദെൻ ബി എന്ന് പറയുന്ന ഒരു വെക്ടർ എങ്ങനെ വരാം? BXI പ്ലസ് BYJ പ്ലസ് BZK ഈ രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് A.B എങ്ങനെ കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ A.Bയുടെ ആൻസർ എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഓർക്കുക. അതിനു വേണ്ടി എഴുതുന്നത് A.B ഈക്വൽ ടു എന്താണ്? എക്സ് കമ്പോണൻസ് ഗുണിക്കുക അല്ലേ? AX BX പ്ലസ് Y കമ്പോണൻസ് ഗുണിക്കുക AY BY പ്ലസ് അതുപോലെ Z കമ്പോണൻസ് AZ BZ. എക്സാമ്പിൾ ഞാൻ കാണിക്കാം, കാരണം എക്സാമ്പിളാണ് ക്വസ്റ്റ്യൻ വരിക. ഇപ്പോൾ A എന്ന് പറയുന്ന വെക്ടർ 2I പ്ലസ് 3J ആണ്. ദെൻ ബി എന്ന് പറയുന്ന വെക്ടർ വന്നത് നമുക്ക് I മൈനസ് 4J എന്ന് പറഞ്ഞു. K വരാം, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. A.B എങ്ങനെ കാണും? A.B ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്താൽ എക്സ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെയുള്ള വാല്യൂസ് ആണ്. ഇവിടെ 2 ഇവിടെ 1 ആണ് അല്ലേ? 1. ഇപ്പോൾ 2 × 1 1 ആണ്. പ്ലസ് എത്ര വരും ഇവിടെ? 3. ഇവിടുത്തെ കമ്പോണന്റ് എത്രയാണ്? -4 അല്ല, മൈനസ് കൺസിഡർ ചെയ്യണം. 3 × -4 എത്രയാണ് ഇവിടെ? -12 ദാറ്റ് ഇസ് ഈക്വൽ ടു ആൻസർ വരുന്നത് എത്രയാണ്? -11. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള കാൽക്കുലേഷൻസ് വരാം. ഇപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കേണ്ട മെത്തേഡ് പറഞ്ഞു. പലപ്പോഴും ചോദിക്കാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, രണ്ട് വെക്ടർ തന്നിട്ട് അവർ തമ്മിലുള്ള ആംഗിൾ കാണാൻ അല്ലേ? രണ്ട് വെക്ടർ ഇതുപോലെ തരും, ഇവ തമ്മിലുള്ള ആംഗിൾ എങ്ങനെ കാണാം? ഈ രണ്ട് വെക്ടർ തമ്മിലുള്ള ആംഗിൾ കാണാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ ആംഗിൾ കാണാം? നമുക്കറിയാം A.B ഈക്വൽ ടു എന്താണ്? AB cos θ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ തീറ്റ കാണാലോ. ഇങ്ങനെ കാണാം, cos θ ഈക്വൽ ടു A.B ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? AB ചെയ്താൽ മതി അല്ലേ? അപ്പോൾ A.B കാണേണ്ട രീതി നമ്മൾ പറഞ്ഞു. A.Bക്ക് ഒരു ആൻസർ കിട്ടുമല്ലോ, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? A × B കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെ A × B കാണാം? A കാണാനുള്ള മാർഗ്ഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. A ഈക്വൽ ടു √ ഇതിന്റെ AX² പ്ലസ് AY² അല്ലേ? റെസൊല്യൂഷൻ ഓഫ് വെക്ടർ പഠിച്ചപ്പോൾ റിസൾട്ടന്റ് കാണാൻ പഠിച്ചിരുന്നു, √(x² പ്ലസ് y². അപ്പോൾ എക്സ് കമ്പോണ്ട് എത്രയാ? 2² പ്ലസ് 3². ആൻസർ ഞാൻ എഴുതുന്നില്ല, മെത്തേഡ് മാത്രം പറയാം. 2², 3². അതുപോലെ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ നമുക്ക് 1 ആണ്, ഇവിടെ -4 ആണ്. അപ്പം സ്ക്വയർ ചെയ്യുമ്പോൾ 1². -4 ആയാലും 4ന്റെ സ്ക്വയർ തന്നെ ആയിരിക്കും. അപ്പോൾ എയുടെ റിസൾട്ട് കിട്ടും, ബിയുടെ റിസൾട്ട്
കിട്ടും. അപ്പോൾ എയുടെയും ബിയുടെയും റിസൾട്ട് ഇവിടെ കൊടുക്കുക, എ ഡോട്ട് ബിയുടെ റിസൾട്ട് നമ്മൾ കണ്ടത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ കിട്ടും. ആ ആൻസറിന്റെ എന്ത് കണ്ടാൽ മതി? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് അല്ലേ? ആൻസറിന്റെ കോസ് ഇൻവേഴ്സ് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യും? തീറ്റ കിട്ടും. ഇതൊക്കെ കോമൺ ആയി വരുന്ന ചില പ്രോബ്ലംസ് ആണ്. അപ്പോൾ അത്തരം പ്രോബ്ലംസ് പ്രത്യേകം ശ്രദ്ധിച്ച് എഴുതുക. ബാക്കി നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക വെക്ടറും അതുപോലെ പ്രൊജക്ടൈൽ മോഷനും സർക്കുലാർ മോഷനും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്യാം. എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.